ഈ സംഭവം കാര്യങ്ങൾ മുംബൈയിലാണ് നടക്കുന്നത്. 22 വയസ്സുള്ള ഒരു പെൺകുട്ടി മുംബൈയിൽ ജേർണലിസ്റ്റായി വർക്കും കാര്യങ്ങളും ചെയ്തു വരികയാണ്. ഇവിടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും പോലീസുകാർ പുറത്തു വിട്ടിട്ടില്ല. പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ 2013 ഒക്ടോബർ മാസം 22-ാം തീയതി മുംബൈയിലെ ലക്ഷ്മി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഷാദി മിൽസ് എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അതായത് ഷാദി മിൽസിന്റെ അവിടെ ഒരു കോട്ടന്റെ ഒരു മില്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു അസൈൻമെന്റും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ ഒരു സുഹൃത്തിനെ വെച്ചുകൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് പോവുകയാണ്. അതായത് അവരും ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് പോവുകയും പിന്നീട് അവിടെ നിന്ന് പുറത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. രണ്ടുപേരും പുറത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് അവൻ പറയുകയാണ് ഇവിടെ നിന്ന് നമുക്ക് രണ്ടുപേർക്കും പോകാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവള് പറഞ്ഞത് എന്തായി ഇത്രയും ദൂരം എത്തി, ഇതൊക്കെ കൊണ്ട് തന്നെ അകത്ത് കയറിയതിന് ശേഷം അകത്തുള്ള ഫോട്ടോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം പോകാം എന്ന് പറയുകയാണ്. അതിനുശേഷം അകത്ത് കയറിയതിന് ശേഷം 2-3 സ്ഥലത്തെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയും ചെയ്തു. ഇവനിക്കാണ് ഒരു പന്തികേട് മണത്തത് കൊണ്ട് തന്നെ പിന്നീട് പറയുകയാണ് ആവശ്യത്തിനുള്ള ഫോട്ടോസും കാര്യങ്ങളും ലഭിച്ചല്ലോ, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇത് നിർത്തിയതിന് ശേഷം പോകാം എന്ന് പറയുകയാണ്. ഇതൊന്നും കേൾക്കാൻ ഇവൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇവൾ ഉള്ളോട്ട് പോയതിനു ശേഷം ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് 5 ആൾക്കാർ മദ്യപിക്കുന്നതായിട്ട് ഇവൾ കാണുന്നത്. അവരും ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ 5 പേരും പെട്ടെന്ന് വരികയും പിന്നീട് ഇവളെ പക്കലുണ്ടായിരുന്ന ആ സുഹൃത്തിനെ മർദ്ദിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവന്റെ കയ്യിലുള്ള ബെൽറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇവന്റെ കൈയും കാലും കെട്ടുകയും ചെയ്തു. പിന്നീട് ഇവളെ ഈ 5 പേരും ചേർന്നുകൊണ്ട് തന്നെ വലിച്ചു കൊണ്ടുപോവുകയാണ്. വലിച്ചു കൊണ്ടുപോയതിനു ശേഷം ഒരു മുറിക്കകത്ത് ഇടുകയും പിന്നീട് അതിദാരുണമായി റേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു. പിന്നീട് അവൾ അവിടെ നിന്ന് ഒച്ചനെ കരയാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു ബീർ ബോട്ടിൽ പൊട്ടിച്ചതിന് ശേഷം ഇവളെ കഴുത്തിൽ വെക്കുകയാണ്. അവിടെ നിന്ന് ഒരു മൈനറായ ചെക്ക്. അതിനുശേഷം പറയുകയാണ് നീ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്, നിന്നെ കൊന്നുകളയുമെന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ഈ 5 പേരുടെയും കാമവിലിക്ക് വേണ്ടി ഇവക്ക് കടന്നു കൊടുക്കേണ്ടി വരികയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് മുഴുവനായിട്ട് ഇവളോട് തന്നെ പറയുകയാണ് ക്ലീനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇവർ 5 പേരും അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഇവൾ ഡ്രസ്സും കാര്യങ്ങളും മാറ്റി വന്നതിന് ശേഷം ഇവൾ ആൺ സുഹൃത്തിനെ കെട്ടയച്ച് വിടുകയും പിന്നീട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഇത്തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുകയാണ്. ഇത്തരത്തിൽ അവരെന്നെ ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ആൺ സുഹൃത്തിൻ്റെ പക്കൽ പറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവനൊരു ടാക്സി വിളിക്കുകയും പിന്നീട് ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു. അവിടെ നിന്ന് റേപ്പ് അറ്റംപ്റ്റ് ആണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോലീസുകാരെ വിളിച്ച് ഇൻഫർമേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ആ സ്ഥലത്തോട്ട് വരികയും പിന്നീട് ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 20 ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഒരു പോലീസ് ടീമും അതുപോലെ തന്നെ 12 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടങ്ങിയിട്ടുള്ള ഒരു ടീമിനെ രൂപീകരിക്കും പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആ ഷാദി മിൽസിന്റെ അടുത്തുണ്ടായിരുന്ന 5 പേരായിരുന്നു ഇവളെ റേപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. 48 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ടീമിനാണെങ്കിൽ ഈ കേസും കാര്യങ്ങളും തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിനു മുമ്പേ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ മീഡിയയും കാര്യങ്ങളും വാർത്തയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് ഇന്ത്യയിൽ വളരെയധികം വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളുമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ മുംബൈ പോലീസിനും അതുപോലെ തന്നെ മുംബൈയിൽ അന്നുണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് വരെ വളരെയധികം വലിയ രീതിയിലുള്ള പ്രഷറൈസ് ആവുകയും ഈ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒക്ടോബർ 26-ന് ആ പ്രതികളെ മുഴുവനെ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അവരുടെ പേര് ഇതായിരുന്നു സലീം അൻസാരി, അതുപോലെ തന്നെ വിജയ് ജാദവ്, അതുപോലെ തന്നെ ഗാന്ധി ബംഗാളി, അതുപോലെ തന്നെ ചന്തു ബാബു എന്ന് തുടങ്ങിയിട്ടുള്ള 4 പേരാണ്. 5ാമത്തെ ഒരു ചെങ്ങായി മൈനറാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവന്റെ പേരും കാര്യങ്ങളും പിന്നീട് പോലീസുകാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ജൂലൈ 31-ാം തീയതി പോലീസുകാർക്ക് പിന്നീട് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ആ ഫോൺ കോളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 19 വയസ്സുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു. ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറയുകയാണ്. ഈ ഷാദി മിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയതിനു ശേഷം എനിക്കും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടിനെ കെട്ടിവെച്ചതിന് ശേഷം എന്നെ അതിദാരുണമായി റേപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതിൽപ്പെട്ട 3 പ്രതികളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള. അതിൽപ്പെടാത്ത തന്നെ 2 പ്രതികളെ പിന്നീട് പോലീസുകാർ വരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 5 പേരെയാണ് എന്ന് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസുകാർ എടുത്തു നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് വിജയ് ജാദവ്, അതുപോലെ തന്നെ ഗാന്ധി ബംഗാളി, ചന്തുബാബു എന്നീ തുടങ്ങിയിട്ടുള്ള ഈ 3 പേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതിന്റെ കൂട്ടത്തിൽ തന്നെ സിറാജ് എന്ന് പറയുന്ന മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കൂട്ടത്തിൽ ഒരു മൈനർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 പേരെ പിന്നീട് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ഈ 9 ആൾക്കാരെ പിന്നീട് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ 9 ആൾക്കാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീടാണ് വിജയ് ജാദവ്, അതുപോലെ തന്നെ ഗാന്ധി ബംഗാളി, അതുപോലെ തന്നെ ചന്തുബാബു എന്നീ തുടങ്ങിയിട്ടുള്ള ഇവർക്കാണെങ്കിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഈ മൈനർ ആയിട്ടുണ്ടായിരുന്ന ഈ 2 പേർക്കാണെങ്കിലോ 3 വർഷം ജൂനിയർ ഹോമിൽ കടക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവും കാര്യങ്ങളും ഇടുകയും ചെയ്തു. ബാക്കിയുള്ള ആളുകൾക്കാണെങ്കിലോ പരോളില്ലാത്ത ജീവപര്യന്ത ശിക്ഷയും കാര്യങ്ങളുമായിരുന്നു കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്ന ഈ 3 പേരും ഹൈക്കോടതിയിലോട്ട് അപ്പീലിൽ പോകുകയും പിന്നീട് ഇവരെ ശിക്ഷാ കാലാവധി വെട്ടിക്കുറക്കുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനും അതുപോലെ തന്നെ പരോളില്ലാത്ത രീതിയിൽ തന്നെ വെട്ടിക്കുറക്കുകയുമാണ് ഈ കേസിൻ്റെ അകത്തു നിന്നും കോടതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.